ട്രംപിന് വധഭീഷണി പുതിയ കാര്യമല്ല, വധശ്രമം തന്നെ ഉണ്ടായി. നെറ്റിക്ക് നേരെ വന്ന വെടിയുണ്ട കാത് തൊട്ട് പോയി, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ട്രംപിനെ വധിക്കാൻ വലിയ തോതിൽ പണപ്പിരിവ് നടത്തുന്നു എന്ന് കേൾക്കുന്നു. എന്താ ഇതിൻ്റെ കഥ? നേരത്തെ നമ്മൾ രണ്ടുപേരും കൂടി ഫത്വ ട്രംപിനെതിരെയുള്ള അതിനെ ഇറാനിൽ നിന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്രൗഡ് ഫണ്ടിങ് വഴി ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് ട്രംപിനെ നമുക്ക് ശരിയാക്കണം, അതിനുള്ള പണം ക്രൗഡ് ഫണ്ടിങ്, നിങ്ങൾ പണം അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കവനാന്റ് എന്ന് പറഞ്ഞ ഇറാൻ ഗ്രൂപ്പ് $40 മില്യൺ പിരിച്ചു. 344 കോടി രൂപ പിരിച്ചു. ഇത് ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അസാസിനില്ലേ ആരാച്ചാർ, ഇത് ചെയ്യാൻ തയ്യാറുള്ള ആള്, അയാൾ വരണം. ഈ 344 കോടി രൂപ ട്രംപിനെ കൊന്നാൽ ഈ കാശ് കിട്ടും, ഇത് കൊടുക്കും. പക്ഷേ ഇതൊരു ഉട്ടോപ്യൻ ഐഡിയ അല്ലേ? അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം, സാമ്പത്തികമായും സൈനികമായും ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള വ്യക്തി. അങ്ങനെ ഒരാളെ കൊല്ലാൻ ഇറാൻ അയക്കുന്ന ഒരു കൂലിപ്പടയാളിക്ക് കഴിയുമോ? അതായത് ഈ ഒരു ചാവേറിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ലോകത്ത് പലതും നടക്കും. പക്ഷേ അതും ആ തിയറി പലരും പറഞ്ഞു, ഒരാൾ കൊല്ലാൻ വേണ്ടി ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തും നടക്കും. പക്ഷേ ഇത്രയും സുരക്ഷാ വലയത്തിൽ കഴിയുന്ന, ഇപ്പം നമ്മുടെ രാജീവ് ഗാന്ധി അസാസിനേഷൻ ഓർമ്മ വരും, സുരക്ഷാ വലയമൊക്കെ മാറ്റി കൊടുത്തതാണ്. അതറിയാം നമുക്ക്. ഡേ ഓഫ് ദി ജക്കോൾ, മറ്റേ ഫ്രാൻസിലെ ഡിഗോളിന് നേരെ നടന്ന വധശ്രമം, കെന്നഡി, ഇങ്ങനത്തെ സംഗതികളൊക്കെ അമേരിക്കയിലും നടന്നിട്ടില്ലേ? ലോകരാജ്യങ്ങളിലൊക്കെ നടന്നിട്ടില്ലേ? പക്ഷെ അത് സംവിധാനം സഹായിച്ചിട്ടുണ്ട്. അതാണ് ഒരു ചാവേർ ഇറങ്ങി പുറപ്പെട്ടാലെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു 200 ചാവേറിൽ ഒരാളായിരിക്കും ഇത് ചെയ്യുന്നത്. കാരണം ഇറാനും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കും വേണ്ടി അമേരിക്കൻ സംവിധാനം വഴങ്ങിക്കൊടുക്കുമെന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ്. സംവിധാനം വഴങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മോൾ എപ്പോഴും ഉണ്ടാവുകയും കണ്ടുപിടിക്കുകയും ചെയ്യുമല്ലോ. അത് പല താല്പര്യങ്ങളിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും. ഇവർ വളരെ സൈലന്റും ആയിരിക്കും, വിനയചന്ദ്രന്മാരും ഒക്കെ ആയിരിക്കും, വളരെ വിനയത്തോടു കൂടിയൊക്കെ ആയിരിക്കും വിനയകുനയന്മാരായിരിക്കും അല്ലേ? ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടാലൊക്കെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ റുഷ്ദിക്ക് നേരെ അടുത്ത കാലത്ത് ഒരാള് ആക്രമിച്ച് കുത്തി കണ്ണൊക്കെ പക്ഷേ ഈ പറയുന്ന ഭ്രാന്താണല്ലോ. പക്ഷെ അതൊക്കെ അത്ര വലിയ സുരക്ഷയൊന്നും ഇല്ല റുഷ്ദിക്ക്. ഇതെപ്പോഴും ഒന്നും സുരക്ഷ ഒരു മനുഷ്യന് ഉണ്ടാകണം. ഒരുപക്ഷെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനം വിട്ടതിന് ശേഷം കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതൊക്കെ ആയിരിക്കും. ഇവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ മതി. അവരുടെ പക തീരുന്നില്ലല്ലോ അല്ലേ? മാത്രല്ല ഈ ട്രംപിന് ശത്രുക്കൾ ധാരാളം ഇല്ലേ? ഉണ്ട്. അയാളുടെ പ്രതിപക്ഷ കക്ഷിയില്ലേ അവിടെ? ഇപ്പൊ ട്രംപ് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ എപ്സ്റ്റീൻ കേസ് തുടങ്ങി പലതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരും ഈ 344 കോടിയിൽ ശകലം മുടക്കിയിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഉണ്ടാവാം. ബാക്കി കഥ പറയാം. അതെ. അപ്പോൾ ഇവര് പല ഇറാൻ ഈ മൊല്ലാക്കന്മാരും ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു 10 പേരെങ്കിലും ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ഇതിന്റെ റിപ്പോർട്ടിൽ ട്രംപിനെതിരെ. അപ്പൊ ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിലെ മുൻ ജീവനക്കാരനാണ് ഈ ക്രൗഡ് ഫണ്ടിങ്ങിന് നേതൃത്വം നൽകിയത് എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 3 ആണവ കേന്ദ്രങ്ങൾ ഇറാനിലെ ആക്രമിക്കാൻ ട്രംപ് ഉത്തരവിട്ടപ്പോൾ തന്നെ ഈ മൊല്ലാക്കന്മാര്, ഖമനേയിയുടെയൊക്കെ ശിഷ്യന്മാരും ഒക്കെ ട്രംപിനെ അല്ലാഹുവിൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചു. എനിമി ഓഫ് അല്ലാഹു ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തിയതുമൊക്കെ ഈ ടെക്നോളജിയൊക്കെ വഴി തന്നെ. ആ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇനി ഈ തീവ്രവാദികളെ, ഈ ആക്ഷൻ ചെയ്യാനുള്ള തീവ്രവാദികളെ കൊണ്ടുവരുന്നവർക്ക് സമ്മാനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിൽ വരിക ഖമനയെ കൊല്ലാൻ നടക്കുന്നവർക്ക്, ഖമനയുടെ ശത്രുക്കൾക്കും ഇവര് ഈ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അവര്. അത് പക്ഷെ അല്ലാഹുവിൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാചകങ്ങൾ. ഖമനയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പടച്ചോൻ്റെയൊക്കെ ശിഷ്യനെ ശത്രുസ്ഥാനത്ത് നിർത്തുന്നവർക്ക് ഞങ്ങൾ സമ്മാനം കൊടുക്കും എന്നർത്ഥം വരുന്ന ഒരു വാചകമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ
മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഇതൊക്കെ പരിശോധിച്ചു, വെബ്സൈറ്റിലെ പ്രസ്താവനയൊക്കെ. എന്നിട്ട് അവർ പറഞ്ഞു ബ്ലഡ് കവനാൻറ്റ് ഇറാൻ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ബ്ലഡ് കവനാൻറ്റ് എന്ന് പറഞ്ഞാൽ രക്ത ഉടമ്പടി എന്നാണല്ലോ അർത്ഥം. ഇത് ജിഹാദിനുള്ള ആഹ്വാനമാണ് അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. ട്രംപിനെതിരെ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരായ ജിഹാദ് ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. വിശ്വാസികൾ പണം അയക്കുക മാത്രമല്ല, വിശ്വാസികൾ അത്യാവശ്യം വേണ്ട ജീവൻ പിടിക്കുകയും വേണം, ജീവത്യാഗവും ചെയ്യണമല്ലോ. ഇതിനു വേണ്ടിയിട്ട് ഒരാൾ പോരല്ലോ, പല ആളുകൾ വേണ്ടി വരും. അപ്പോൾ വിശ്വാസികൾ പണം കൊടുക്കുക മാത്രമല്ല ജീവനും കൊടുക്കണം എന്നുള്ളതാണ് ആഹ്വാനം. അപ്പോൾ ഇത് ജിഹാദിൻ്റെ ആഹ്വാനമാണ്. പിന്നെ ട്രംപിനെ വധിക്കുന്ന ആളുകൾക്ക് ഈ സമ്മാനം കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററും ഒക്കെ ഉണ്ട് വെബ്സൈറ്റിൻ്റെ അകത്ത്. അപ്പോൾ ആ പോസ്റ്ററിൽ നിന്നും മനസ്സിലാകുന്നത് ഇതിന് മതത്തിൻ്റെ ഒരു എന്താ പറയുക ലീഗാലിറ്റി, മതം കൂടി ഇത് സമ്മതിച്ചിട്ടാണ്, നിൽക്കുന്ന മതം ഏതാണോ അവരും കൂടി സമ്മതിച്ചിട്ടുള്ള ആഹ്വാനമാണ് ഇത്. ഒരു മതസാധുതയുള്ള ആഹ്വാനമാണ് എന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. മുകളിൽ നിന്ന് വരുന്ന ആജ്ഞ, പിന്നെ മാധ്യമങ്ങളിൽ തെരുവിൽ ആദ്യം മുകളിൽ നിന്നൊരു ആജ്ഞ വരുന്നു, അത് കഴിഞ്ഞ് തെരുവിൽ പ്രചരിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് 40 മില്യൺ വാഗ്ദാനം ചെയ്യുന്നു, അതിനു പുറമെ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, പർദീസ. ഇസ്ലാമിൻ്റെ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള പോരാളിയാണ് എന്ന് വിശ്വാസിയോട് പറയുന്നു. ഇത്രയുമാണ് ഈ ബ്ലഡ് കവനാൻറ്റ് ഈ വെബ്സൈറ്റിലെ ആഹ്വാനം വഴി ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു മാധ്യമമുണ്ട്, വിമത മാധ്യമമാണ് ഇറാനിലെ. അവർ 10 പുരോഹിതന്മാരുടെ പിന്തുണ ബ്ലഡ് കവനാൻറ്റിന് മല്ലാക്കന്മാരുടെ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ അസർബൈജാനിലെ ഇറാൻ നിയമിച്ച പുരോഹിതൻ അസേറി ഈ 344 പുറമെ 1 കോടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൊല്ലുന്നവർക്ക്, ട്രംപിനെ കൊല്ലുന്നവർക്ക് 1.14 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1 കോടിയല്ല, 1.4 മില്യൺ. 1.14 മില്യൺ, ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് വരും. 95 ലക്ഷമോ 96 ലക്ഷമോ. ഇത് മൻസൂർ ഇമാമി, പ്രൊവിൻഷ്യൽ ഡയറക്ടർ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ ഓർഗൻ അസർബൈജാൻ, അയാളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കൊടുക്കും എന്നുള്ളത്. ഈ ടക്കർ കാൾസണുമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ പെസഷ്ക്യാനോട്, ഇറാൻ്റെ പ്രസിഡന്റ്, അന്ന് ഫത്വയെ പറ്റി ചോദിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ആരും ഈ ഫത്വയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഉഴപ്പിയിരുന്നു പെസഷ്ക്യാൻ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ ആഹ്വാനം വരുന്നത് ഈ 40 മില്യൺ കൊടുക്കും എന്നുള്ളത്. 2024 ഒരു പാകിസ്ഥാനിയെ കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട ആളായിരുന്നു, ട്രംപിനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ഓർമ്മ കാനഡയിൽ വെച്ചിട്ട് പിടിച്ച് അമേരിക്കൻ FBI തന്നെ വിവരം കൊടുത്ത് കാനഡയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആസിഫ് മർച്ചൻറ്റ് എന്നായിരുന്നു അയാളുടെ പേര്. പിന്നെ IRGC ഇറാൻ പട്ടാളം ഈ വധശ്രമം നടത്തുന്ന ആൾക്ക് $5 ലക്ഷം വേറെയും ഓഫർ ചെയ്തിരുന്നു മുമ്പ്. ഏതായാലും ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. തർക്കമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വധിക്കണം എന്നൊരു സന്ദേശം, ഒരാശയ പ്രചാരണത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ പണപ്പിരിവ്. ഇറാൻ സർക്കാർ അറിയാതെ ഒരിക്കലും ഇത് നടക്കത്തില്ല. ഇറാൻ സർക്കാരിൻ്റെ ഖമനേയിയുടെ പെഷസ്ക്യാൻ്റെ മൗനാനുവാദത്തോടെയും ആശീർവാദത്തോടെയുമാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. ക്രൗഡ് ഫണ്ടിങ്. അതെ അതെ, ക്രൗഡ് ഫണ്ടിങ് ജിഹാദ്, അതാണ് ആദ്യത്തേത്. ഒരു രാഷ്ട്രത്തലവനെ വധിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫണ്ട് പിരിവ് നടത്തുന്നത്, പരസ്യമായി നടത്തുന്നത് ഇതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്തതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.